തേങ്ങ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാക്സിമം ആൾക്കാർക്കും അറിയാം. തേങ്ങ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം, അല്ലേ? പിന്നെ തേങ്ങാപ്പീര കൊണ്ട് നമുക്ക് പലതരം കറികൾ ഉണ്ടാക്കാം. എന്നാൽ കരിക്ക് കൊണ്ട് നമുക്കതിൻ്റെ നീരും കഴിക്കാം, കരിക്ക് കഴിക്കാനും പറ്റും. പക്ഷേ വെള്ളയ്ക്ക കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? എന്നല്ലേ നിങ്ങൾ കരുതുന്നത്? കുഞ്ഞു വെള്ളയ്ക്ക, ഈ തെങ്ങിൽ നിന്നൊക്കെ താഴേക്ക് വീഴുന്ന കുഞ്ഞു വെള്ളയ്ക്ക കൊണ്ട് പണ്ടൊക്കെ ഈ ദേഹത്തൊക്കെ ചൊറിയും ചിരങ്ങും ഒക്കെ വരുന്ന സമയത്ത് കല്ലേൽ, തുണി അനയ്ക്കുന്ന കല്ലേൽ ഉരച്ചിട്ട് അതിൻ്റെ ആ ഒരു ഈ ചന്ദനം പോലെ ഇരിക്കുന്ന ഒരു സംഭവം എടുത്ത് ദേഹത്ത് ഫുള്ളിങ്ങനെ തേച്ച് പിടിപ്പിക്കും, തേച്ച് ഉരച്ച് കുളിപ്പിക്കും, ആ ചൊറിയും ചിരങ്ങും ഒക്കെ പോകാൻ വേണ്ടി. കുഞ്ഞുകാലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ വെള്ളയ്ക്കയായി ഇങ്ങനെ താഴേക്കൊക്കെ വീഴുന്ന വെള്ളയ്ക്കകൾ കളയാനേ കൊള്ളാകും. അതൊന്നിനും കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അതായത് അതിനകത്ത് ഇളനീര് പോലും വരാത്ത വെള്ളയ്ക്ക ഒന്നും കൊള്ളത്തില്ലെന്നാണ് ഒരുമാതിരിപ്പെട്ടവർ ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ല. പണ്ട് കാലത്ത് ഏകദേശം, അതായത് കരിക്ക് ആകുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളയ്ക്കയുണ്ട്. ആ വെള്ളയ്ക്ക താഴത്ത് വീഴുന്നതുണ്ട്, തെങ്ങിൻ്റെ മണ്ടയിൽ നിൽക്കുന്നതുണ്ട്. ആ വെള്ളയ്ക്ക പറിച്ചെടുത്തിട്ട് രണ്ടായിട്ടത് പിളർക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മേള് ഭാഗത്ത് ചിരട്ടയൊക്കെ ആകാറായി വരുന്നതേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഇളം, അതായത് കരിക്കിനെ പോലെ തന്നെ നല്ല കിളിർന്നായിട്ടിരിക്കുന്ന തളിര് പോലെ ഇരിക്കുന്ന സംഭവമുണ്ട് ഏറ്റവും മേളിൽ. അത് വളർന്ന് വലുതായി വരുമ്പോൾ അതൊരു ചകിരിയായി മാറും. ചിരട്ടയെല്ലാം വന്നു കഴിയുമ്പോൾ അവിടെ ചകിരിയായിട്ട് മാറും. ആ ഒരു ഇളം തളിര് പോലെ ഇരിക്കുന്ന ആ സംഭവം അത്ര ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതൊരു കൽക്കണ്ട് പോലെയൊക്കെ ഇരിക്കും, ഇങ്ങനെ കട്ടിയായിട്ടൊരു സംഭവം. അതിനെ കുഞ്ഞുകുഞ്ഞാന്നരിഞ്ഞ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് തോരൻ വെക്കും. നമ്മൾ ഈ ചേന തോരൻ വെക്കത്തില്ലേ, ചേന തോരൻ വെക്കുന്നത് പോലെ അമ്മാതിരി ടേസ്റ്റായിരിക്കും. സൂപ്പർ സാധനമാണ് അത് തോരൻ വെച്ച് കഴിക്കാനായിട്ട്. ഇന്നൊന്നും അത് ആരും കഴിക്കത്തുമില്ല, ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയത്തതുമില്ല. പക്ഷെ പണ്ട് കാലത്ത് അതൊക്കെ തോരൻ വച്ചിരുന്നു, ഞാനും കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വെള്ളയ്ക്ക കൊണ്ടും അറ്റ്ലീസ്റ്റ് കറിയൊന്നുമില്ലാത്ത സമയത്തോ ഒരു വെറൈറ്റിക്കൊക്കെ വെള്ളയ്ക്ക കൊണ്ടും നമുക്ക് തോരൻ വെക്കാം എന്നാണ് അതിൻ്റെ സാരം. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ആ കരിക്കിൻ്റെ വെള്ളയ്ക്ക കൊണ്ട്, കരിക്കാവുന്നതിന് മുമ്പുള്ള വെള്ളയ്ക്കയാണ്, അതുകൊണ്ട് ഒരു തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിരിക്കാം. സപ്പോസ് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കഴിക്കാം. എപ്പോഴും നല്ലതാണ്, കരിക്കെപ്പോഴും നല്ലതല്ലേ? അപ്പോൾ കരിക്കിനകത്തുള്ള സംഭവങ്ങളും നല്ലത് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യൂ, അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും.